ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഡേ ടു ഡേയിലേക്കാണ് കേട്ടോ. ഡേ ടു ഡേയിൽ ഫുള്ളായിട്ടുള്ള ഒരു ഷോപ്പിംഗ് വ്ളോഗാണിത്. സോ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഡേ ടു ഡേ എന്ന് പറയുന്നത് ഇവിടെ എല്ലായിടത്തും തന്നെയുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. അതായത് 24 hours എല്ലാ ഐറ്റംസും കിട്ടുന്ന, അതായത് ഗിഫ്റ്റ് ഐറ്റംസ്, ബാഗ്, ഗ്രോസറി, വീട്ടിലേക്കുള്ള കട്ട്ലറീസ് എല്ലാം കിട്ടും കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ ഈ പ്രവാസികളൊക്കെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ബൾക്കായിട്ട് കുറേ സാധനങ്ങൾ കൊണ്ടുവരില്ലേ, അതൊക്കെ മിക്കപ്പോഴും ഇവിടെ നിന്നായിരിക്കും കേട്ടോ കുറേ പേര് വാങ്ങിക്കുന്നത്. കാരണം എല്ലാ ഐറ്റംസിനും നല്ല റേറ്റ് കുറവാണ്. അത് മാത്രമല്ല എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും കേട്ടോ. ഞാൻ വർക്കൗട്ടിന് പോകാൻ വേണ്ടിയിട്ട് കുറേ ഡ്രസ്സ് പുറത്തുനിന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല റേറ്റ് കുറവിൽ നല്ല അടിപൊളിയായിട്ടുള്ള ക്ലോത്ത്സും കാര്യങ്ങളും ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ ഡേ ടു ഡേനെ കുറിച്ചിട്ട് നന്നായിട്ടൊന്ന് അറിയാൻ തുടങ്ങിയത്. പിന്നെ തൊട്ട് എന്ത് ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിക്കാനാണെങ്കിലും ഇവിടെ വരും കേട്ടോ. ക്ലിപ്സ്, ബാഗ്, പിന്നെ അതേപോലെ തന്നെ പെർഫ്യൂംസ്, എല്ലാ സാധനങ്ങളും കിട്ടും. പക്ഷേ പെർഫ്യൂംസ് ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല കേട്ടോ. ഇതേപോലെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഈവൻ ഫുഡ് വെയറിന് ഒരു അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. മെയിനായിട്ട് ഇവിടെ എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ. എല്ലാ ഐറ്റംസിനും നല്ല വിലക്കുറവാണ്. നമ്മുടെ വീട്ടിലേക്കുള്ള കാർപ്പറ്റ്സ് വരെ ഇവിടെ കിട്ടും, അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ വന്ന് പർച്ചേസ് ചെയ്യും കേട്ടോ. അപ്പോൾ താഴത്തെ ഒരു ഏരിയ ഫുള്ളും ഇതേപോലത്തെ ഐറ്റംസ് ആണ്. അതെ, അപ്പോൾ ഞാൻ ജസ്റ്റ് താഴത്തേക്ക് ഒന്ന് കറങ്ങിയിട്ടാണ് നേരെ മുകളിലേക്ക് കയറിയത്. മുകളിലേക്ക് കയറുന്ന സെക്ഷൻ തന്നെ ഫുള്ള് ഡ്രസ്സും ബാഗും ഫുട്വെയർസും പിന്നെ അതേപോലെ തന്നെ കാർപ്പറ്റ്സ്, അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്തേക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇതേപോലത്തെ ഫുട്വെയർസ് ഒക്കെ മുകളിൽ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇവിടെ നിന്നപ്പോൾ കുറച്ച് ബാഗ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇന്ന് 2-3 ഞാൻ വാങ്ങിച്ചു കേട്ടോ. എന്തിനാണ് വാങ്ങിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു ബാഗ് ഉണ്ട്, അതാണ് എനിക്ക് എപ്പോഴും കംഫർട്ട്. പക്ഷേ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. ഓരോ ഡ്രസ്സിൻ്റെ കൂടെയും മാച്ച് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എല്ലാത്തിനും തന്നെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഗ്ലോബൽ വില്ലേജിൽ പോയപ്പോൾ ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് വെച്ച് നോക്കുകയാണെങ്കിൽ അതിലും അടിപൊളിയായിട്ടുള്ള കുറേ കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം സെർച്ച് ചെയ്തിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ബില്ലും ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് ഒരു ഫിഷ് മാർക്കറ്റിലേക്കാണ്. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫിഷ് മാർക്കറ്റിലേക്കാണ് കേട്ടോ. വീക്കിലി ഒരു ദിവസം നമ്മളിങ്ങനെ പോയിട്ട് വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് കുറച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് സ്റ്റോൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രഷ് ഫിഷ് നോക്കിയിട്ട് വാങ്ങിക്കാം. മെയിനായിട്ട് മീൻമുട്ടയൊക്കെ കിട്ടും കേട്ടോ. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇവിടുത്തെ മീൻമുട്ട വാങ്ങിച്ചിട്ടുള്ളത്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഓരോ മീനും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നും കേട്ടോ. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. ഹെവി ആയിട്ടൊന്നും വാങ്ങിച്ചില്ല, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ കുറേയൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്താണെന്ന് പോലും പേര് പോലും അറിയത്തില്ല. അങ്ങനെ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഓരോ എന്തെങ്കിലും നോക്കി നടക്കുകയാണ് ഇനി എന്ത് വാങ്ങിക്കണമെന്നുള്ളത്. അപ്പം ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അന്നേരം വീഡിയോ എടുത്തത്. അങ്ങനെ എനിക്ക് വേണ്ട എല്ലാ ഫ്രഷ് ഫിഷും കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാം പാക്ക് ചെയ്ത് കട്ട് ചെയ്യാനൊക്കെ കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഒന്നുകൂടി ചുറ്റി കറങ്ങി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രോൺസ്. അപ്പോൾ ടൈഗർ പ്രോൺസ് കണ്ടപ്പോൾ വാങ്ങിക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ നടന്നില്ല. ബിക്കോസ് അതിൽ കുറച്ച് ഫ്ലഷ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ല. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പൊക്കത്തേക്ക് പോവാണ് കേട്ടോ. ഇത് വേറൊരു ഫ്ലോറിലാണ്, ഫ്രൂട്ട്സിൻ്റെ മാത്രം ഒരു സെക്ഷനാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സൊക്കെ നല്ല റേറ്റ് കുറച്ച് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.